ഹലോ ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരാഴ്ചത്തെ സുഖവാസത്തിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. കഴിഞ്ഞ ദിവസമാണ് മേലാറ്റൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത്രയും ദിവസം സമയാസമയം ഫുഡ് കഴിക്കുക എന്നല്ലാതെ കാര്യപ്പെട്ട ജോലികളൊന്നും എനിക്കുണ്ടാവില്ല. കാരണം നമ്മൾ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ചെന്നാൽ നമ്മുടെ അമ്മമാർ നമുക്ക് ഫുഡൊക്കെ അങ്ങനെ ഉണ്ടാക്കി തന്നെ നമ്മളത് കഴിക്കുന്നത് ആയിരിക്കുമല്ലേ. അപ്പോൾ പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഞാനാണ് ഇപ്പോൾ ഇവിടുത്തെ അമ്മ. അപ്പോൾ പിന്നെ ഞാൻ എണീറ്റേ പറ്റുള്ളൂ. കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്ന് തൊട്ടടുത്തൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അതിന് പോകണം. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇതാ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അപ്പം അമ്പാടി എൻ്റെ കൂടെ തന്നെ എഴുന്നേറ്റ് പോയിട്ടോ. അപ്പോൾ അവൻ പോയതിന് ശേഷമാണ് ഞാൻ പിന്നെ വേഗം ബെഡ്ഷീറ്റൊക്കെ വൃത്തിയാക്കാൻ നിന്നത്. സാധാരണ അവൻ എണീറ്റിട്ടില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ബ്ലാങ്കറ്റൊന്നും മടക്കി വെക്കാറില്ല. ബ്ലാങ്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചൂട് കാരണം. ഇപ്പോൾ അടുപ്പിച്ചിട്ട് ഒരാഴ്ചയായിട്ട് നല്ല മഴ തന്നെയാണ്. അപ്പോൾ പിന്നെ തണുപ്പ് തുടങ്ങി. അപ്പോൾ ഫുൾ ഫാൻ ഇട്ടിട്ട് പുതച്ച് കിടക്കുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. അങ്ങനെ പിന്നെ ഞാൻ എഴുന്നേറ്റു. ഇതാ അടുക്കളയിലൊക്കെ വന്നു. ഫ്രണ്ടിലെ ഡോർ ആദ്യം തുറന്നു, പിന്നെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. പിന്നെ വേഗം തന്നെ തീ പിടിപ്പിച്ചെടുത്തു. കുടിവെള്ളം തീരെ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ വേഗം വെള്ളത്തിന് വെള്ളം വെച്ചു. അപ്പോൾ അമ്പാടി തവണ അതുകൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ പിന്നെ ടി വി ഇട്ട് കൊടുത്താൽ അവൻ അവിടെ ഇരുന്ന് ടി വി കണ്ടോളും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും കടലക്കറിയാണ് കേട്ടോ. ഹൗസ് വാമിങ്ങൾ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് പിന്നെ ഉച്ചത്തേക്കുള്ള ഭക്ഷണമൊന്നും വേണ്ട. അപ്പോൾ കടലക്കറിക്കുള്ള കടലയൊക്കെ ഞാൻ വേഗം കഴുകി എടുത്തിട്ട് കുക്കറിൽ വെച്ചിട്ടോ. അപ്പോൾ കടലയും ഉപ്പ് മാത്രം, വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് മാത്രം ഇട്ട് അങ്ങനെ വേവിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഉണ്ടോ മസാല ചേർക്കുകയാണ്. ഞാൻ കടലക്കറി ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ മറ്റേ ഗ്യാസിലാക്കണോ എന്താ പറയുക, ചായക്കും വെള്ളം വെച്ചു. അപ്പോഴേക്കും നമ്മൾ തീയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ കത്തുന്നുണ്ട്, വെള്ളം തിളച്ചു. അപ്പോൾ ദാഹശമനിയുടെ പതിമുഖത്തിൻ്റെ പൊടി കുറച്ചിട്ടിട്ട് വെള്ളം വാങ്ങി വെച്ചു. അപ്പോൾ ഇന്ന് പത്തിരിയാണല്ലോ, പത്തിരിക്ക് അപ്പോൾ പൊടി വാട്ടണം. അപ്പോൾ പൊടി വാട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആദ്യം തന്നെ വെള്ളം വെച്ചിട്ടോ. പിന്നെ അമ്മൂട്ടി ഉണ്ട് എൻ്റെ കൂടെ വന്നിട്ട്. അമ്മൂട്ടിക്ക് ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മുടെ പുതിയ വീട്ടിൽ അവർക്ക് ഇതുവരെ വന്ന് നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. എപ്പോഴും ക്ലാസ് അല്ലെങ്കിൽ ട്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പോന്നപ്പോൾ അവളെയും കൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അമ്മൂട്ടി എൻ്റെ ചെറിയ അനിയത്തിയാണ്. അപ്പോൾ അവൾ എഴുന്നേറ്റിട്ടില്ല. ഞാനപ്പോൾ പിന്നെ കടലക്കറിക്കുള്ള കാര്യമൊന്നും പൊടി വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ അത് ചൂടാറണല്ലോ കുഴച്ചെടുക്കണമെങ്കിൽ. അപ്പോൾ പിന്നെ വേഗം കടലക്കറിക്കുള്ള മസാലയൊക്കെ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, സവാള വാട്ടി, പിന്നെ കറിവേപ്പില ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി അതൊക്കെ ചതച്ചിട്ട് അതും ചേർത്തു കേട്ടോ. പിന്നെ വീട്ടിൽ ഞങ്ങൾ 4 മക്കളാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ലോങ് ഉള്ള ആൾ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഫീലാട്ടോ അവരെയൊക്കെ വിട്ടു പോരുന്നത്. അപ്പോൾ ഇപ്പോഴും വീട്ടിൽ നിന്ന് തിരിച്ച് പോരുന്ന വീഡിയോസൊന്നും എടുക്കാൻ എനിക്കിപ്പോഴും ഞാൻ കഴിയാറില്ല കേട്ടോ. കാരണം പോരുന്നതിന് മുന്നേ തന്നെ ഈ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സ്പെഷ്യലായിരുന്നു. കാരണം അനിയത്തിമാരും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കുറച്ച് ദിവസം അധികം നിന്ന വെക്കേഷനായിരുന്നു. നന്ദുവിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് അവളെ 90 കഴിഞ്ഞ് കൊണ്ടുപോകാനായി. അപ്പോൾ അവളെ കൂടെ കുറച്ച് ദിവസം നിന്നു. പിന്നെ കുഞ്ഞോളെ കൂടെ നിന്നു. പിന്നെ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഞങ്ങളെക്കാൾ കൂടുതൽ പേരമക്കളെ കാണാതിരിക്കാനാണ്. പിന്നെ ഞങ്ങളൊക്കെ പോന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മയും അമ്മൂട്ടി മാത്രമായിരിക്കും കേട്ടോ വീട്ടിലുണ്ടാവുക. അപ്പോൾ അമ്മൂട്ടീനെയും ഞാൻ കൊണ്ടുവന്നു. അങ്ങനെ ഇതാക്കണം. കടലക്കറിയൊക്കെ ഏകദേശമായി. സവാള ഒക്കെ വാട്ടി തക്കാളി ഇട്ടു. അപ്പോൾ പിന്നെ ഞാൻ പൊടികൾ ഇട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഗരം മസാല, ഇത്തിരി പെരിഞ്ചീരകം ഇടും കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ വറുത്തരയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂട്ടി എഴുന്നേറ്റ് വന്നു. ആളുടെ ചെറിയ അനിയത്തി. ഞങ്ങൾ രണ്ടും തമ്മിൽ 15 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഞാൻ 10th പഠിക്കുമ്പോഴാണ് അമ്മൂട്ടി ജനിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ അന്നത്തെ ഒരു ഏജിൽ അവളുടെ ജനനമൊന്നും എനിക്ക് എന്താ പറയുക, ഞാൻ അത്ര ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ അത്ര 10th ക്ലാസ് പഠിക്കുന്നത് കൊണ്ടായിരിക്കണം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു ആദ്യം. പിന്നെ അവൾ എൻ്റെ എല്ലാം ആയി മാറി കേട്ടോ. എനിക്ക് എൻ്റെ മക്കൾ 3 പേരെ മുന്നേ തന്നെ അമ്മൂട്ടിൻ്റെ കല്യാണം കഴിയുമ്പോൾ അവൾക്ക് 3 വയസ്സാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ എപ്പോഴും എൻ്റെ ഏട്ടൻ്റെ ഹസ്ബൻഡ് പറയാറ് അമ്മൂട്ടിയാണ് നമ്മുടെ ആദ്യത്തെ കുട്ടി എന്നിട്ട്. കാരണം പിന്നീട് അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വിരുന്ന് പോയി വരുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സങ്കടവും കരച്ചിലൊക്കെ ആയിട്ടോ. കാരണം ഹസ്ബൻഡ് നാട്ടിലില്ല, വീട്ടിൽ നിന്ന് എല്ലാവരും വിട്ടു പോരുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം ഇവളെയൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞാൻ കല്യാണം കഴിച്ച് പോകുന്നതല്ലേ. പിന്നെ ഇത്ര ലോങ് ഒരു 46 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും ഉള്ളത്. അപ്പോൾ എപ്പോഴും പോക്ക് വരവുകൾ അതൊന്നും നടക്കില്ല. അങ്ങനെ ഇപ്പം ഞാൻ ഓക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഒരു വീട് വെച്ച് മാറിയ മക്കളായി, കുറച്ചും കൂടി ഏജ് ആയപ്പോൾ ഞാൻ ഓക്കെ ആയി. അതുവരെ ഞാൻ എന്നും വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കരഞ്ഞ് മൂങ്ങി നടക്കുന്ന ആളാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞ് എവിടേക്കോ എത്തി. അപ്പോൾ നമ്മുടെ പത്തിരിയുടെ പണി തുടങ്ങിയിട്ട് നന്നായിട്ട് ചൂടാറിന് ശേഷം കുഴച്ച് വാട്ടി പരത്തിയെടുത്തപ്പോൾ അമ്മൂട്ടിയും കൂടി ഹെൽപ്പ് ചെയ്തിട്ടു. അപ്പോൾ ഞങ്ങൾ 2 അടുപ്പിലായിട്ട് അവൾ അടുക്കളയിൽ നിന്നും ചുട്ടെടുത്തു, ഞാൻ ഗ്യാസും വന്ന് ചുട്ടെടുത്തു. അപ്പോൾ മക്കളൊക്കെ എഴുന്നേറ്റ് പല്ല് തേച്ച് സോഫയിൽ വന്നിരിക്കുന്നുണ്ട്, ടി വി ആണെന്നുണ്ട്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനി ഞങ്ങളെല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കുളിക്കണം, അടിച്ചു വാരി തുടയ്ക്കണം, ചെറിയ ചെറിയ പണികളുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയും അടുത്ത വീണ്ടും കാണാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ.